നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യത്തിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഓഫീസിൽ ചെയ്ത ഒരു കാര്യമായിരിക്കാം, ഒരു അബദ്ധം പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം, ബന്ധങ്ങളിലായിരിക്കാം. ലവ് റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിൽ. ഫാമിലി ബന്ധുക്കളുണ്ട്, അച്ഛനമ്മയുണ്ട്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട്, കൂട്ടുകാരുണ്ട്, ക്ലാസ്മേറ്റ്സ് ഉണ്ട്, ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഏതു തരം ബന്ധവുമായിക്കോട്ടെ, അതിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് വെച്ച് തുടങ്ങാം. ജനറൽ റീഡിംഗ് ആണ്. എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്ന അറിയില്ല. എത്ര തന്നെ റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ഒരു ആക്ഷനും നിങ്ങൾ ആരും എടുക്കരുത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓറക്കിൾ മെസ്സേജ് ആണ് നോക്കുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓക്കെ, ഇവിടെ കാർഡ്സ് കുറച്ച് വന്നിട്ടുണ്ട്. ഭഗവാനെ 1, 2, 3, 4 കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾ സ്നേഹബന്ധത്തിലാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു കുറച്ച് നാളുകൾക്കുള്ളിൽ അത് റെഡി ആവും, അത് പ്രശ്നങ്ങൾ സോൾവ് ആകും. ഇനിയിപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പുതിയൊരു സ്നേഹബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് വരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ എത്ര തന്നെ പ്രശ്നത്തിൽ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ സ്വന്തം കാര്യം ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും കൈവെടിയരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് പ്രശ്നത്തിനെയും മനക്കരുത്തോടെ ചെറുക്കാനുള്ള ഒരു ശക്തി ആർജിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ചിലരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ അതിൽ ഇപ്പൊ എന്താ പറയാ, ശ്രദ്ധിക്കാതെ ഓക്കെ പ്രശ്നമെല്ലാം മാറി എന്ന് വിചാരിച്ച് ജാഗ്രത എല്ലാം വിട്ട് കളയുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഇനിയും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ജാഗ്രത വിടരുത്, ജാഗ്രതയോട് തന്നെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ, ചിലരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പുറത്തുനിന്നാണ്, നിങ്ങൾ തമ്മിലല്ല പ്രശ്നം, പുറത്തുള്ള ആളുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതെന്നാണ് കണ്ടത്. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു പ്രശ്നം ഒതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഇനിയും പൂർവാധികം ശക്തിയോടെ വരും. അതുകൊണ്ടാണ് നിങ്ങളോട് ധൈര്യം ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ ചെയ്ത കാര്യത്തിന് എന്താണ് ഭവിഷ്യത്ത്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ചെയ്ത കാര്യത്തിലെ ഭവിഷ്യത്ത് എന്താണ്? അത് നിങ്ങളുടെ മനസ്സിലും ഒരു കരടായിട്ട് ഇരിക്കുന്നുണ്ട് കാര്യം അല്ലേ. എന്തോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് വലിയൊരു പണിയാകുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ട്. അപ്പോ എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇനി കാണിച്ചു 5 കാർഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് ക്വീൻ ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് 4 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്, രണ്ടും പണത്തിനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. കിങ് ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്, അത് ഇമോഷൻസിനെ ബാധിക്കുന്നതാണ്. ക്വീൻ ഓഫ് വാൻസ് ഇവിടെ വന്നിട്ടുണ്ട്, അത് അപ്രൈറ്റ് ആണ്, നേരെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് സൺ കാർഡാണ്. അപ്പോ ഇവിടെ ഈ 2 കാർഡും ഒരുമിച്ചാണ്. ഇത് ലിയോ ആണ്, ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. ഈ 2 കാർഡ് എന്ന് പറഞ്ഞാല് സന്തോഷം, സ്വന്തം സെൽഫിഷ് സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് വരാം. അതിനു മുമ്പ് നമുക്ക് ഈ 3 കാർഡിന്റെ കാര്യങ്ങൾ. ക്വീൻ ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യപ്രാപ്തിയുള്ള ഒരു സ്ത്രീയാണ്. സ്ത്രീ ആവണം എന്നില്ല, ജെൻഡർ അല്ല നമ്മൾ നോക്കുന്നത്, ഇവിടെ എനർജിയാണ്.
അപ്പൊ വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു എനർജിയാണിത്. കരിയറും എന്താ പറയാ ഫാമിലി റിലേഷൻഷിപ്പും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന, എങ്ങനെ സംസാരിക്കണം, ആരോട് എന്ത് പറയണം എന്നറിയാവുന്ന, മറ്റുള്ളവരെ മുഷിപ്പിക്കാത്ത തരത്തിൽ സംസാരിക്കാനും പെരുമാറാനും കഴിവുള്ള ഒരു എനർജിയാണ്. വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു എനർജിയാണ്. വളരെ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്നറിയാം, എങ്ങനെ ചെലവാക്കണം എന്നറിയാം. അതുപോലെ തന്നെ ഈ ഉഴിച്ചിലിനും പിഴിച്ചിലിനും പോവുക, ബ്യൂട്ടി പാർലറിൽ പോവുക, എന്താ പറയാ ഒരു സ്പായിൽ പോവുക ഓരോ മാസവും, അങ്ങനെ ചില ചിട്ടയോടെ ചില കാര്യങ്ങൾ ചിലർ ചെയ്യുന്നവരുണ്ട്, ശരീരം നന്നായിട്ട് നോക്കുന്നവരും. അങ്ങനെയുള്ള ഒരു എനർജിയാണ്. അതുപോലെ റെസ്റ്റ് എടുക്കാൻ വളരെയധികം പണിയെടുത്തിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് പെന്റക്കിൾസ്. അതിവിടെ റിവേഴ്സ് ആണ് വന്നത്. അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ പൈസ എങ്ങനെ ചെലവാക്കണം എന്നറിയില്ല, വരുമാനത്തിലധികം ചെലവുള്ള ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് നമ്മൾ മോഷ്ടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില തിരിമറികളൊക്കെ നടത്തേണ്ടി വരും. അപ്പൊ പൈസയുടെ കാര്യത്തിൽ എന്തൊക്കെയോ തിരിമറി നടത്തിയിട്ടുണ്ട് ആരോ. മനസ്സിലായോ? ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ് ഇവിടെ കാണിക്കുന്നത്. എന്തോ തിരിമറി നടത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അതിന് ഡെഫിനറ്റ് ആയിട്ടും ഭവിഷ്യത്ത് ഉണ്ടാവും. കാരണം പണം തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ അത് തിരിച്ചു വെക്കാമെന്ന ഉദ്ദേശത്തിലാണ് ചെയ്തതെങ്കിലും ആ സമയത്ത് ആ പണം ഒത്തില്ലെങ്കിൽ അത് വലിയൊരു പണി. കാരണം ഇപ്പൊ ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ്, ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആണത്. ഏപ്രിൽ കഴിഞ്ഞു, ഇപ്പൊ എല്ലാം കണക്കുകൾ സെറ്റിൽ ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഈ സമയത്തിനുള്ളിൽ ഇത് തിരിച്ചു വെച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാർഡ് 4 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. 4 ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റ് എന്ന് പറയുമ്പോൾ വളരെ പിശുക്കുള്ള ഒരു എനർജിയാണ്. എന്നുവെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന പൈസ എന്റെയാണ്, ഞാൻ ഉണ്ടാക്കുന്ന ഒറ്റ പൈസ ഞാൻ ആർക്കും കൊടുക്കില്ല, ഇത് ഞാൻ സേവ് ചെയ്ത് വെക്കും, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, സത്യമാണ്, നിങ്ങൾ ആർക്കും കൊടുക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണത്. അപ്പോ ആ ഒരു എനർജിയിൽ നിന്ന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ സമ്പാദിച്ച ഈ പൈസ നിങ്ങൾ ആർക്കോ കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോ നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും കൊടുക്കാതെ നിങ്ങൾ സമ്പാദിച്ച ഈ പൈസ നിങ്ങൾ ആരും അറിയാതെ ആർക്കോ ചിലപ്പോ പലിശയ്ക്ക് കൊടുത്തതായിരിക്കാം, അതല്ലെങ്കിൽ എന്താ പറയാ ചിലപ്പോ ചിട്ടി ചേർന്നതായിരിക്കാം. അപ്പൊ വീട്ടുകാരറിയാതെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൈസ സമയത്തിന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു പണിയാവും. അപ്പൊ ആ ഒരു ടെൻഷൻ നിങ്ങളുടെ ഇതിൽ. അപ്പൊ ആ ഇട്ട സിറ്റുവേഷൻ അവിടെ നിന്ന് തിരിച്ചെങ്ങനെ കിട്ടുമെന്നുള്ള ഒരു ടെൻഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അബദ്ധം കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആളും എന്തോ ഒരു അബദ്ധം ചെയ്തു, രണ്ടാമത്തെ ആളും അബദ്ധം ചെയ്തു പൈസയുടെ കാര്യത്തിൽ. മൂന്നാമത്തെ ആള് ഇമോഷൻസിന്റെ കാര്യത്തിലാണ്. അപ്പൊ ഈ വ്യക്തി സ്നേഹിച്ചു ആരെയോ, പക്ഷെ ആ സ്നേഹം തിരിച്ചു കിട്ടിയില്ല. അതാണ് ഇപ്പൊ ഇവിടെ പ്രശ്നമായിരിക്കുന്നത്. കാരണം വളരെയധികം വിശ്വസിക്കുകയും വളരെയധികം സ്നേഹിക്കുകയും വിവാഹിതനല്ലാത്ത അല്ലെങ്കിൽ വിവാഹിതയല്ലാത്ത ഒരു സിംഗിൾ എനർജിയാണിത്. പക്ഷെ സ്നേഹിച്ച ആള് ചിലപ്പോൾ വിവാഹം കഴിച്ച ആളായിരിക്കാം. അവിടെ നിന്ന് തിരിച്ച് സ്നേഹം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരിക്കാം അവിടെ സ്നേഹിച്ചത്. ഒരു സഹതാപത്തിന്റെ പേരിലായിരിക്കാം. എന്തായാലും ഇവിടെ ആ സ്നേഹം തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പൊ ഇതും ഒരു അബദ്ധമാണ്. ചിലപ്പോ വീട്ടുകാര് അറിഞ്ഞപ്പോഴായിരിക്കാം അബദ്ധമായത്, അതല്ലെങ്കിൽ വീട്ടുകാര് കല്യാണം ആലോചിക്കുന്നുണ്ടാവാം. അപ്പോ ഇപ്പൊ സ്നേഹിക്കുന്ന ആ ഒരു എനർജി ചിലപ്പോ നിങ്ങളെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് വിടാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു അബദ്ധം ഒരാള് ചെന്ന് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ 2 കാർഡ് ഒരേ ഇതാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത് ലിയോ ആണ്. അപ്പൊ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് വിവാഹിതയായ അല്ലെങ്കിൽ വിവാഹിതനായ ഒരു എനർജി വേറൊരു വിവാഹിതനോ വിവാഹിതയോ ആയ ഒരു എനർജിയുമായിട്ട് റിലേഷൻഷിപ്പിൽ ചെന്ന് കയറിയിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി കണക്ഷൻ. അതിൽ വളരെ സന്തോഷമാണ് കാണുന്നത്. പക്ഷെ ഈ സന്തോഷം റിവേഴ്സിലേക്ക് പോകാൻ അധിക സമയം ഉണ്ടാവില്ല. ഇത് എന്താ പറയാ ഒരു തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും, ആരും അറിയാത്തത്രയും കാലം. ഇത് അറിഞ്ഞു വരുമ്പോ ഭയങ്കര പ്രശ്നമാകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ലിയോ മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വളരെ പ്രശ്നമുള്ള ഒരു എനർജിയാണ്. ആ പ്രശ്നത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. നിങ്ങളിപ്പോ ആ റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്.
ഇവിടെ തിരിച്ചറിവായി, ഇവിടെ പ്രശ്നത്തിലേക്ക് പോയി കഴിഞ്ഞു 3 പേരും. നിങ്ങൾ പ്രശ്നത്തിലേക്ക് പോയിട്ടില്ല, നിങ്ങൾ ഇപ്പോഴും ആ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ്, ആരും അറിയില്ല എന്നൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ. അപ്പൊ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ ഭവിഷ്യത്ത് എന്താണ്? കുറച്ചധികം കാർഡ് വന്നിട്ടുണ്ട്. ജനറൽ ആയിട്ടുള്ള ഭവിഷ്യത്താണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്, അത് രണ്ടും. പിന്നെ ഉള്ളത് 7 ഓഫ് കപ്സ് ആണ്, ഇതെല്ലാം അപ്രൈറ്റ് ആണ്. 9 ഓഫ് കപ്സ് വന്നിരിക്കുന്ന റിവേഴ്സ് ആണ്, ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്ന റിവേഴ്സ് ആണ്, 7 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്ന റിവേഴ്സ് ആണ്, ചാരിയറ്റ് വന്നിരിക്കുന്ന റിവേഴ്സ് ആണ്, 2 ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റ് ആണ്. മെയിൻ ആയിട്ടുള്ള എനർജി 2 ഓഫ് പെന്റക്കിൾസ് ആണ്. 2 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ജഗിളി, നിങ്ങൾ കുറച്ച് നാളും കൂടെ ഈ ഒരു കാര്യം തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അത് ഈ 1 2 3 4 കാര്യങ്ങൾ, ഇത് നിങ്ങൾ കുറച്ച് നാളും കൂടെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു രക്ഷയില്ല, നിങ്ങൾ അതിലെ തന്നെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ചിലർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഇവിടെ കൺഫ്യൂഷൻ വരാൻ പോകുന്നത് ഈ നൈറ്റ് ഓഫ് കപ്സിനാണ് കൺഫ്യൂഷൻ. കാരണം കൂടുതൽ ആളുകൾ ലൈഫിലേക്ക് വന്ന് കയറുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഉള്ള ആ ഒരു ബന്ധത്തിന് നിങ്ങൾ ഇത് ചെയ്തത് ശരിയായോ, ഞാൻ ഒരു ബന്ധത്തിൽ കയറിയത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് കല്യാണാലോചനകൾ വരാൻ പോകുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇപ്പൊ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് താൽക്കാലികമാണെങ്കിൽ ആ റിലേഷൻഷിപ്പിലെ ആള് നിങ്ങളെ വിടാൻ, ആ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോകാൻ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ ഒരു ടോട്ടൽ കൺഫ്യൂഷനിലേക്കാണ് വരാൻ പോകുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് വോൺസ്, ഈ ഒരു ഏരീസ് ലിയോ സാജിറ്റേറിയസ് ഇതിന്റെ ഇതാണ് വന്നിരിക്കുന്നത്, നൈറ്റ് ഓഫ് വോൺസ് ആണ്. നൈറ്റ് ഓഫ് വോൺസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്ലെയർ എനർജി ആണ്. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളൊരു പ്ലെയർ ആണ്. ആ വ്യക്തി നിങ്ങളുമായിട്ട് സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പ് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളോട് മാത്രം റിലേഷൻഷിപ്പ് വെക്കാൻ പാടുള്ളൂ എന്ന് വെച്ചാല് ആ വ്യക്തിയും ആ വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവോ പിന്നെ നിങ്ങളും, ഇതിനപ്പുറം വേറെ ആരും വരരുതെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വേറെ പലരും ഉണ്ടാവും. അത് നിങ്ങൾ അറിയാനിടയാകും. അതൊരു ഇമോഷണൽ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ പിന്നെ വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സും 9 ഓഫ് കപ്സും ഇത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ കിങ് ഓഫ് കപ്സ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ആളാണ്. അപ്പൊ ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ള എല്ലാവരെയും, ഈ വ്യക്തിക്ക് വിശ്വാസമാണ്, വളരെയധികം സപ്പോർട്ടീവ് ആണ്, വളരെ കെയറിങ് ആണ്, പ്രൊട്ടക്റ്റീവ് ആണ് ഈ കിങ്. പക്ഷെ ഈ കിങ് അറിയാൻ പോകുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ ചതിക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് ഈ വ്യക്തിയുടെ സകല സ്വഭാവവും മാറി മറിയാൻ പോകുന്നത്. നിങ്ങൾ ഇത്രയും സന്തോഷം ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് വലിയൊരു പ്രശ്നമാണ് വരാൻ പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. ഈ 2 കാർഡുമാണ് ഇമോഷൻസിന്റെ കാർഡ് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഹൈ പ്രീസ്റ്റസ് ആണ്. ഹൈ പ്രീസ്റ്റസും റിവേഴ്സ് ആണ് വന്നത്. കുറെ കാര്യങ്ങള് ഈ നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്ന പണത്തിന്റെ കാര്യങ്ങളെല്ലാം പുറത്തു വരും, ആളുകൾ അറിയാൻ ഇടയാവും. നിങ്ങളുടെ ബന്ധുക്കളും, ചിലപ്പോൾ നിങ്ങളുടെ കിങ് ആയിരിക്കാം ഇത്, വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമാണ് നിങ്ങളുടെ വ്യക്തി എങ്കിൽ ഈ വ്യക്തി ഇത് അറിയുമ്പോൾ വളരെയധികം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം, ഇപ്പൊ പൈസ മറിച്ചിട്ട് നിങ്ങളത് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്, ആ സമയത്തേക്ക് വെച്ചാൽ മതി എന്ന് വെച്ചിട്ട് എടുത്ത പൈസ അല്ലെങ്കിൽ മറിച്ച പൈസ അത് തിരിച്ചു വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതപ്പോ ഓഫീസിലെ ആൾക്കാർ അറിയാൻ ഇടവരും. നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോവില്ല, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള സമയം കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങളെല്ലാവരും ഈ അവസ്ഥയെ, നിങ്ങൾ ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നത്, ആ അവസ്ഥയെ കുറെ നാളും കൂടെ അത് നിങ്ങളെ അതിനകത്ത് ഈ കുഴിയിൽ നിങ്ങളെ പെടുത്തിക്കിടത്തും എന്നാണ് പറയുന്നത്. ചില നിങ്ങൾക്ക് ഇതിന് ഇറങ്ങി പോകാൻ പറ്റില്ല. കുറെ നാളും കൂടെ നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോകും. ഇവിടെ ആർക്കും ഒരു റിലീസില്ല. കാരണം എല്ലാവരും അബദ്ധം ചെയ്തിരിക്കുന്നവരാണ്. പക്ഷെ ചിലര് അത് അബദ്ധം വെളിച്ചം മീൻസ് വെളിച്ചത്തിലേക്ക് വരുന്നതിന് മുമ്പേ അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റും അല്ലെങ്കിൽ തിരിച്ചു വെക്കാൻ പറ്റുമെന്ന് ചെയ്തിരുന്നെങ്കിൽ അത് നിങ്ങൾ വിചാരിച്ച പോലെ കയ്യിൽ ഇരിക്കില്ല. അത് എല്ലാവരും അറിയാൻ ഇടവരും. ആകെ മൊത്തം പ്രശ്നമാകും. ഇതൊരു സ്ട്രഗിൾ ആവും നിങ്ങളുടെ ജീവിതത്തില്. വലിയ ഭവിഷ്യത്തുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് കയറാതിരിക്കുക, അല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല.
നമ്മള് ഈ പെട്ടുപോകുന്നത് എങ്ങനെയുള്ളവരാണെന്നറിയോ? ഇത് ചെയ്ത് ശീലമില്ലാത്തവരും അത്ര സ്മാർട്ട് ആവാത്തവരുമാണ്. എന്നുവെച്ചാല് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പ്രൊവിഷൻ, ഒരു വഴി കണ്ടിട്ട് ചെയ്യണം. അങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്ഥിരമായിട്ട് ചെയ്യുന്നവര് അങ്ങനെ ഒരു വഴി കണ്ടിട്ടാണ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഇത് ആദ്യത്തെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പണി കിട്ടുന്നത്. എന്ന് വെച്ചാല് നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ, മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോ ഒന്നൊന്നും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. അതിന് ഞാൻ ആളല്ല. പക്ഷേ ചിലര് വളരെ സ്മാർട്ടായിട്ട് ചെയ്യുന്നവര്, പക്ഷെ എല്ലാ കള്ളവും ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണ് പറയുന്നത്. സത്യം എന്തായാലും പുറത്തു വരും. പക്ഷെ ചിലര് സത്യം പുറത്തു വന്നാല് അത് നിൽക്കാൻ അറിയുന്നവരുണ്ട്, ചിലർക്ക് നിൽക്കാൻ അറിയില്ല. അങ്ങനെയുള്ളവരാണ് പെട്ടുപോകുന്നത്. നിങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ്. നിങ്ങളുടെ പ്രശ്നങ്ങള് ആൾക്കാരെ അറിയാൻ ഇടവരും. നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നമുണ്ടാകും, ഓഫീസിൽ പ്രശ്നമുണ്ടാകും. എവിടെ നിന്നാണോ നിങ്ങൾ പൈസയുടെ തിരിമറി ചെയ്തിരിക്കുന്നത് അതിലെല്ലാം അവരെല്ലാം അറിയാൻ ഇടയാകും. കുറച്ച് നാണക്കേടിനുള്ള വഴിയെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ റിലേഷൻഷിപ്പിൽ പ്രശ്നമുള്ളവർക്ക് റിലേഷൻഷിപ്പ് ഇപ്പൊ ചെന്ന് കയറിയിരിക്കുന്നത് ആവശ്യമില്ലാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് ചെന്ന് കയറിയിരിക്കുന്നത്. അതിന് തലയൂരാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് വരും, നല്ല ആലോചനകൾ വരും. പക്ഷേ അത് ചൂസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല നിങ്ങൾ. അത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യും. അയ്യോ, ഇത് എടുക്കണ്ടായിരുന്നു, നല്ല ഓഫേഴ്സ് ആണ്, നല്ല ആലോചനകളാണ് വന്നിരിക്കുന്നത് എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് വരും. കാരണം ഇമോഷണൽ ആയിട്ട് എടുത്തു ചാടിയെടുത്ത ഒരു റിലേഷൻഷിപ്പ് ആണിത്. അതാണ് നിങ്ങൾക്ക് പണിയാവുന്നത്. അപ്പോൾ ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട്, വെർഗോ, പൈസസ് ഉണ്ട്, ലിയോയും അതാണ് സ്ട്രോങ് ആയിട്ടുള്ള വന്നിട്ടുള്ളത്. ബാക്കി വന്നിരിക്കുന്നത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ് വന്നിട്ടില്ല. ഇവിടെ ആരും ചിന്തിക്കുന്നില്ല, ചിന്തിക്കാതെയാണ് എല്ലാവരും. ഇവിടെ ഫയർ സയൻസ് ഉണ്ട്. ഫയർ സയൻസ് തീയാണ്, മനസ്സിലായോ? പെട്ടെന്ന് ആളിക്കത്തുന്ന സ്വഭാവമാണ്, എടുത്തു ചാട്ടമുള്ളവര്, അങ്ങനെയുള്ള കുറെ പേരാണ് ഇവിടെ ഉള്ളത്. പിന്നെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ വളരെ ഇമോഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാള്, ചിന്തിക്കാണ്ടാണ്. ഇവിടെ ആരും ചിന്തിച്ചിട്ടില്ല, ഒറ്റ സ്വേർഡ്സ് വന്നിട്ടില്ല. അപ്പൊ ഇവിടെ കൂടുതലും ചിന്തിക്കാതെ പ്രവർത്തിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടുള്ള എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.